സന്ധ്യാ നേരത്തോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഞാനും തേജപ്പനും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അമ്മ എന്താ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ടാണ് ഞാൻ എത്തിച്ചു നോക്കി വരണത്. കേരമീനാണ് കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ മീനച്ചാറാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇടയിൽ ചെന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ച മീനൊക്കെ എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നോർമലി മീൻ വറുക്കുന്ന പോലെ അല്ലാട്ടോ അത് വറുത്തേക്കണത്. മുളക് പൊടി കുറച്ച് കുറവിട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയില്ല കറക്റ്റ് ഇതിന്റെ കൂട്ട്. തേജു ആണെങ്കിൽ ഇതേ അമ്മക്കുട്ടീനെ എടുത്തിട്ട് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ആര്യ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കുറെ നേരം നിന്ന് വർത്താനം പറയുന്നുണ്ട്. പിന്നെ മീൻ വറുത്ത മണടിച്ചപ്പോ തേജു ഇത് അവനും വേണമെന്ന് പറഞ്ഞ എന്റെ ഒക്കത്ത് കയറുന്നുണ്ട് കേട്ടോ. ചൂട് കാരണം തേജുവിന് ഇത് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. പക്ഷെ അമ്മ അവന് വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്നിട്ടാണ് അച്ചാറിലേക്ക് ഇട്ടത്. ഇത് അച്ചാറിലേക്കുള്ള കൂട്ടാണ്. ചില്ലി പൗഡറും അതുപോലെ തന്നെ മീനച്ചാറിന്റെ ആ ഒരു പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇതിന്റെ കറക്റ്റ് റെസിപ്പി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കിച്ചണിൽ വന്ന് നോക്കുമ്പോഴേക്കും അമ്മ ഏകദേശം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഇതേ മീൻ വറുത്തതും നമ്മുടെ കറിവേപ്പില വറുത്തത് അതുപോലെ തന്നെ വെളുത്തുള്ളി വറുത്തതും കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ആക്കട്ടെ ചെയ്തേക്കണത്. ടേസ്റ്റ് നോക്കി എക്സ്പ്രഷൻ ഇടാൻ ഞാൻ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു കുറവും വരുത്തി കൊടുത്തില്ല കേട്ടോ. സംഭവം കുറച്ച് ഒരു കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടാ. പിന്നെ എന്റെ വായയിൽ ചെറുതായി പൊട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ എരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഒരു ആശ്വാസത്തിന് ഇത് അമ്മ ആരെയും കൊണ്ടും ടേസ്റ്റ് നോക്കിപ്പിച്ചു കേട്ടോ. പക്ഷെ അവളുടെ സർട്ടിഫിക്കറ്റും പോരാണ്ടാ തോന്നുന്നു. അമ്മ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് സ്വയം തൃപ്തി അണയുന്നുണ്ട്. എന്റെ വായ തെരു കുറയാൻ വേണ്ടിയിട്ട് ഇതേ തേജപ്പനോട് ഒരു കഷ്ണം തണ്ണിമത്തം ചോദിച്ചപ്പോ വേണമെങ്കിൽ അമ്മ എടുത്ത് കഴിച്ചോന്നും പറഞ്ഞിട്ട് അവൻ ഇരുന്നിട്ട് നല്ല കഴിക്കില്ലാട്ടോ. അത് കഴിഞ്ഞപ്പോ അവനൊരു വ്ളോഗറായി മാറിയിട്ട. ബൊമ്മക്കുട്ടിയുടെ അടുത്ത് വേറെ ഒന്ന് രണ്ട് ബൊമ്മക്കുട്ടികളെയും കൂടി കൊണ്ടുവച്ചിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുക. ബൊമ്മക്കുട്ടിക്ക് നല്ലൊരു പാർട്ട്ണറേയും കൂടി അവൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് അതിന്റെ മടിയിലിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞതേ തേജപ്പന്റെ വക ഒരു ഷോ ഇറക്കലായിരുന്നു കേട്ടോ. കണ്ടില്ലേ മുടിയൊക്കെ കെട്ടിച്ചിട്ട് കോഴിക്കുട്ടിയുള്ള പോലെ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.